അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൂന്തൽ നിറച്ചിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു സവോള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. ഞാനിവിടെ വലിയ തക്കാളി ആയതുകൊണ്ട് തന്നെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് ജസ്റ്റ് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു പച്ചമുളക് കൂടി കൂട്ടിയിട്ട് ചതച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് വഴന്ന് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി സവോളയും എല്ലാം ഒന്ന് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം മല്ലിച്ചപ്പാണ്. അപ്പം അതും കൂടെ ചെറുതായി അരിഞ്ഞ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയെല്ലാം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്കൊരല്പം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയെല്ലാം ഒന്ന് മസാലയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂന്തലിൻ്റെ തലഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതാവും നല്ലത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ആയിട്ടെടുക്കാം. ഞാനിതിപ്പോൾ കട്ട് ചെയ്തിട്ടില്ല, പക്ഷേ കുക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ കട്ട് ചെയ്തിടുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ജീര റൈസാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റൈസാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. റൈസും കൂടെ ഇട്ട് നമ്മളിത് ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, മസാലയായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റൈസിലേക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൂന്തൽ നിറച്ചതിന് തേങ്ങയും ഉള്ളിയും കൂന്തലിൻ്റെ തലയും മാത്രം ഇട്ടിട്ട് വേണമെങ്കിലും കൂന്തൽ നിറച്ചിൻ്റെ ഉള്ളിലേക്കുള്ള മിക്സ് റെഡിയാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന അതേ സെയിം തന്നെ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഞാൻ തേങ്ങ ചേർക്കുന്നൊരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഇത്ര മാത്രം റൈസ് ഇട്ട് വേവിച്ചിട്ട് ഇത് മാത്രമാണെങ്കിലും ഫില്ല് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ റൈസ് ഏകദേശം കുക്കായി വരുന്നുണ്ട്. നമുക്ക് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും കൂടിയാണ് ഞാനിത് കുക്ക് ചെയ്ത് വെച്ചത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ, 1 കപ്പ് തേങ്ങയിലേക്ക് ഒരു 6-7 ചെറിയുള്ളിയും ഒരല്പം ചെറിയ ജീരകം കൂടെ ഇട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ റൈസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഓവർ കുക്കായാലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. കാരണം ഓവർ കുക്കായാലും കുഴപ്പമില്ല എന്ന് പറയാം. കാരണം ഇത് നമുക്ക് നല്ല മിക്സ് ആയിട്ടാണ് വേണ്ടത്. കാരണം ഇത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ നമ്മളിത് റൈസായിട്ട് കഴിക്കല്ലോ. അതുകൊണ്ട് തന്നെ ഇത് ഓവർ കുക്കായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ഒന്ന് നൈസായിട്ട് മിക്സ് ചെയ്ത് ഈ തേങ്ങയും റൈസും മസാലയും എല്ലാം ഒന്ന് നൈസായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കൂന്തലിനകത്തേക്ക് ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കൊക്കെ നന്നായിട്ട് ആവുന്ന രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് കൈ വെച്ചും അതുപോലെ തന്നെ സ്പൂൺ കൊണ്ടൊക്കെ ആക്കിയിട്ടാണ് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഞാൻ ഇതുപോലെ റൈസ് നന്നായിട്ട് പ്രസ് ചെയ്ത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഫില്ല് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ കൂന്തലും നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, നിറച്ച് വയ്ക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് സെക്യൂർ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ റൈസ് എല്ലാം പുറത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 സ്റ്റിക്ക് വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഇതെന്ത് ചെയ്യാം, സെക്യൂർ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാം. ഇങ്ങനെ ആകുമ്പം ഒന്നും കൂടെ നല്ലതായിരിക്കും. നമ്മളിത് ഫില്ല് ചെയ്യുന്ന ആവിയിൽ വേവിക്കുന്ന സമയത്ത് ഇതൊന്നും പുറത്ത് വരാതെ നിൽക്കും. കഴിക്കുന്ന സമയത്ത് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കൂന്തൽ നിറച്ചതെല്ലാം ഇവിടെ നമ്മൾ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ആവിയിൽ വേവിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു സ്റ്റീമറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നമ്മൾ സ്റ്റീം ചെയ്യാനുള്ള പാത്രം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഒരല്പം ഓയിൽ നമുക്ക് തടവി കൊടുക്കാം. കാരണം ഇത്
അടിയിൽ പിടിക്കാതിരിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൂന്തലെല്ലാം ഇതിനകത്തേക്ക് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റീമർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിനകത്തൊക്കെ ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ എല്ലാം ഒന്നും ഒറ്റ തവണയായിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ആവിയിൽ വെക്കാം. ഇത് വെക്കുന്ന സമയത്ത് ഞാൻ ഒരു കൂന്തൽ സ്റ്റിച്ച് ചെയ്യാൻ മറന്നു. അതുകൊണ്ട് തന്നെ ഇത് തുറന്നപ്പോൾ അതെല്ലാം ഇതുപോലെ പുറത്തേക്ക് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരല്പം മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരല്പം ഉപ്പും ഇട്ട് ഒരല്പം വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിന് ശേഷം ഞാൻ ആവിയിൽ വേവിച്ച കൂന്തലിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല ഇതുപോലെ ഞാൻ തേച്ച് പിടിപ്പിച്ച്. ഇപ്പോൾ ഞാൻ നൂല് വെച്ച് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള റൈസ് ഒന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് മസാല തേച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അധികം എണ്ണയിലിട്ടൊന്നും നമ്മളിത് പൊരിക്കത്തില്ല. ഇതുപോലൊരു പാൻ വെച്ച് ഒരല്പം ഓയിൽ, നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ മാത്രം മതി. അല്ല ഒത്തിരി ഓയിലുണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്, ആ ഒരു ഫ്രൈ പാനിൽ കവർ ചെയ്യുന്ന രീതിയിൽ. ഇനി നമുക്കിതെല്ലാം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഈ മസാല ആവുന്ന രീതിയിൽ ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൂന്തലോടെ നിറച്ചത് റെഡി ആയിട്ടുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്